ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. ഡിഗ്രി കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട സ്കോളർഷിപ്പായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. പ്രധാനമായിട്ടും ആർക്കൊക്കെ അപേക്ഷ നൽകുവാൻ സാധിക്കും, വിദ്യാർത്ഥികൾ സ്വന്തമായിട്ട് എങ്ങനെ അപേക്ഷ നൽകുവാൻ സാധിക്കും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടുകൂടെ കണ്ടതിന് ശേഷം മാത്രം അപേക്ഷ നൽകുവാൻ വേണ്ടി ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ വിശദമായ വീഡിയോ പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ, അതായത് ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് 60,000 രൂപ വരെ വർഷത്തിൽ സ്കോളർഷിപ്പ് ലഭിക്കുന്ന പ്രധാനപ്പെട്ട സ്കോളർഷിപ്പാണ് ഉന്നത വിദ്യാഭ്യാസ സ്കോളർഷിപ്പ്. അതായത് ആർക്കൊക്കെ അപേക്ഷ നൽകുവാൻ സാധിക്കും എന്ന് നോക്കാം. അതായത് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ നൽകുന്ന ഉന്നത വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് നിലവിൽ യൂണിവേഴ്സിറ്റികളിൽ, അതേപോലെ തന്നെ സർക്കാർ, അത് ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിൽ പഠിക്കുന്ന ബിരുദ വിദ്യാർത്ഥികൾ, അതായത് 1ാം വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കാണ് ഈ പറയുന്ന സ്കോളർഷിപ്പിന് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുക. അപേക്ഷ നൽകുവാനുള്ള ഡേറ്റ് ശ്രദ്ധിക്കുക, മാർച്ച് 18 വരെ അപേക്ഷ നൽകുവാൻ സമയമുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് നിങ്ങൾ അപേക്ഷ കൊടുക്കാനോട് ഓർമ്മപ്പെടുത്തുക. അതേപോലെ തന്നെ അപേക്ഷ നൽകി കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ അപേക്ഷയുടെ പ്രിൻ്റൗട്ടും അതേപോലെ തന്നെ അപേക്ഷയിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സുകളും നിങ്ങൾ പഠിക്കുന്ന കോളേജിലെ പ്രിൻസിപ്പൽ വർഷം നിങ്ങൾ സമർപ്പിക്കേണ്ട ഡേറ്റ് ഏപ്രിൽ 2-നാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിച്ചു വെക്കുക. അപ്പോൾ മാർച്ച് 18 വരെ നിങ്ങൾക്ക് അപേക്ഷ നൽകുവാൻ സാധിക്കും. ഇനി ആർക്കൊക്കെ അപേക്ഷ, ഏതൊക്കെ കോഴ്സുകൾ പഠിക്കുന്നവർക്ക് അപേക്ഷ നൽകുവാൻ സാധിക്കും നോക്കാം. അതായത് സയൻസ്, സോഷ്യൽ സയൻസ്, ഹ്യൂമാനിറ്റീസ്, ബിസിനസ് സ്റ്റഡീസ് വിഷയങ്ങളിൽ കേരളത്തിലെ ഗവൺമെൻറ് ഓർ എയ്ഡഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ എയ്ഡഡ് കോഴ്സുകൾക്ക് പഠിക്കുന്ന 1ാം വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അതോടൊപ്പം തന്നെ സമാനമായ കോഴ്സുകൾക്ക് IHRD അപ്ലൈഡ് സയൻസ് കോളേജിൽ പഠിക്കുന്ന 1ാം വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അപേക്ഷകർ നിർബന്ധമായിട്ടും ഇന്ത്യൻ പൗരന്മാരായിരിക്കണം. പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുകയില്ല. ഈ കാര്യങ്ങൾ ഓർത്ത് നോക്കുക. അതായത് നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ് എയ്ഡഡ് അതേപോലെ യൂണിവേഴ്സിറ്റികളിൽ ആർട്സ് ആൻഡ് സയൻസ് കോഴ്സിൽ പഠിക്കുന്ന ഏത് വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികളാണ് ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അതായത് കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ് വിഷയങ്ങൾ പഠിക്കുന്ന എല്ലാവർക്കും അപേക്ഷിക്കുവാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്കോളർഷിപ്പ് തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ സ്കോളർഷിപ്പ്. അപ്പോൾ നമുക്ക് സ്കോളർഷിപ്പിൻ്റെ തുക നമുക്ക് ഓരോ വർഷം നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് ബിരുദ പഠനത്തിന് 1ാമത്തെ വർഷം, അപ്പോൾ നിങ്ങൾ ഈ വർഷം നിങ്ങൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് ലഭിക്കുന്നത് 12,000 രൂപയായിരിക്കും. ഇനി സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് 18,000 രൂപയും തേർഡ് ഇയറിൽ നിങ്ങൾക്ക് 24,000 രൂപയും സ്കോളർഷിപ്പായിട്ട് നിങ്ങളുടെ സ്വന്തം അക്കൗണ്ടിൽ വരുന്നതായിരിക്കും. ഇനി അതേപോലെ തന്നെ ഈ വിദ്യാർത്ഥികൾ കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ PGക്ക് ചേർന്ന് കഴിഞ്ഞാൽ PGക്ക് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ 40,000-ഉം അതേപോലെ PG സെക്കൻഡ് ഇയർ നിങ്ങൾക്ക് 60,000 രൂപ വരെ നിങ്ങൾക്ക്, അതായത് PG സെക്കൻഡ് ഇയർ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് 60,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ വരുന്ന രീതിയിൽ പ്രധാനപ്പെട്ട സ്കോളർഷിപ്പ് തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ സ്കോളർഷിപ്പ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ജസ്റ്റ് ഡിഗ്രി ആർട്സ് ആൻഡ് സയൻസ് വിഭാഗത്തിൽ ഏതെങ്കിലും ഒരു കോഴ്സ് ഗവൺമെൻറ് എയ്ഡഡ് സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാൽ മതി, എല്ലാവർക്കും അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി അതേപോലെ തന്നെ നിങ്ങൾ സ്കോളർഷിപ്പ് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വഴിയായിരിക്കും നിങ്ങളുടെ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അപേക്ഷയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമുക്ക് നോക്കാം. ായിട്ട് അപേക്ഷിക്കാൻ നിങ്ങൾക്ക് മിനിമം ഉണ്ടായിരിക്കേണ്ട മാർക്ക് നമുക്ക് ജസ്റ്റ് പരിശോധിക്കാം. അതായത് ST വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ എല്ലാ വിഷയങ്ങൾക്കും ജസ്റ്റ് പാസ്സായാൽ മാത്രം മതി. ഇനി SC വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ സയൻസ്, ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് വിഭാഗത്തിലുള്ളവർക്ക് 55% മാർക്കോട് പാസ്സായാൽ മതി. ഇനി ബിസിനസ് സ്റ്റഡീസ് വിഭാഗത്തിൽപ്പെടുന്നവർ 60% മാർക്കോടുകൂടെ നിങ്ങൾ, അതായത് +2 നിങ്ങൾ പാസ്സായാൽ മതി. ഇനി ഫിസിക്കലി ചലഞ്ചഡ് വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും ജസ്റ്റ് 45% മാർക്കോടുകൂടെ പാസ്സായാൽ മതി. ഇനി അതേപോലെ തന്നെ BPL OBC വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾ സയൻസ് വിഭാഗത്തിൽ പ്പെടുന്നവർക്ക് മിനിമം 60% മാർക്ക്. ഇനി ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് വിഭാഗത്തിൽപ്പെടുന്നവർക്ക് 55% മാർക്ക്. ബിസിനസ് സ്റ്റഡീസിൽ വരുന്നവർക്ക് 65% മാർക്ക്. ഇനി പൊതുവിഭാഗം ജനറൽ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് സയൻസ്, ബിസിനസ് സ്റ്റഡീസ് വിഭാഗത്തിൽ വരുന്നവർ 75%, ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസിൽ വരുന്നവർ 60% വരെ. അപ്പോൾ വളരെ, അതായത് നേരത്തെ പല സ്കോളർഷിപ്പുകളും ഏറ്റവും കൂടുതൽ ഫുൾ മാർക്ക്, അതായത് ഫുൾ A+ ഒക്കെ കിട്ടുന്ന വിദ്യാർത്ഥികൾക്കായിരിക്കും. നിലവിൽ ഈ ഉന്നത വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് നിങ്ങൾക്ക് ഏകദേശം മിനിമം ഇത്ര ശതമാനം മാർക്കുള്ള എല്ലാവർക്കും അപേക്ഷിക്കുവാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട സ്കോളർഷിപ്പ്. നമുക്ക് അപേക്ഷയുടെ ഫോമിലോട്ട് പോകാം. നമുക്ക് ഈ സ്കോളർഷിപ്പിന് അപേക്ഷ നൽകുവാൻ വേണ്ടി ഗൂഗിളിൽ ജസ്റ്റ് scholarship.kshec.kerala.gov.in ഈ കാണുന്ന വെബ്സൈറ്റിൽ ജസ്റ്റ് ഗൂഗിൾ ടൈപ്പ് ചെയ്ത് നിങ്ങൾ ഈ ഒരു പേജിലോട്ട് പ്രവേശിക്കുക. അപ്പോൾ ഈ ഒരു പേജിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ അപ്ലൈ സ്കോളർഷിപ്പ് എന്നുള്ളൊരു ലിങ്ക് കാണാൻ സാധിക്കും. ഓക്കെ, അവിടെ നമുക്ക് ഫ്രഷ് എന്നുള്ളൊരു ബട്ടൺ കാണാൻ സാധിക്കും. നേരത്തെ ശ്രദ്ധിക്കുക, ഓൾറെഡി ഫസ്റ്റ് ഇയറിൽ സെക്കൻഡ് ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഫസ്റ്റ് ഇയറിൽ സ്കോളർഷിപ്പ് ലഭിച്ചവരാണ്, അവർ നിർബന്ധമായിട്ടും റിന്യൂവലാണ് ചെയ്യേണ്ടത്. ഇനി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ഫ്രഷ് ആയിട്ടുള്ളവർക്കാണ് ഈ പറയുന്ന ഫ്രഷ് എന്നുള്ള ഓപ്ഷൻ
ടിക്ക് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ അടുത്ത പേജിൽ ഐ എഗ്രി എന്നുള്ള ഒരു ജസ്റ്റ് ബട്ടൺ കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് അപ്ലൈ എന്നുള്ള ബട്ടൺ ജസ്റ്റ് പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഡു യു വാണ്ട് ടു കണ്ടിന്യൂ ദ രജിസ്ട്രേഷൻ കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് നിങ്ങൾ ഓക്കെ അടിക്കുക. ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നാമത്തെ പേജിൽ സ്റ്റുഡൻറ്റ് ഓൺലൈൻ രജിസ്ട്രേഷൻ ആണ്. അവിടെ നമുക്ക് ജസ്റ്റ് ഒന്നാമതായിട്ട് ബോർഡ് ഓഫ് എക്സാമിനേഷൻ ഇവിടെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഏത് ബോർഡാണ് നിങ്ങൾ ജസ്റ്റ് ഇവിടെ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റോൾ നമ്പർ ചോദിക്കും. അതേപോലെ നിങ്ങളുടെ ലാസ്റ്റ് +2 റോൾ നമ്പർ, അതേപോലെ ഇയർ ഓഫ് പാസിംഗ് എക്സാമിനേഷൻ ജസ്റ്റ് കൊടുക്കുക. അതേപോലെ ബയോഡാറ്റ ഓഫ് ആപ്ലിക്കേഷൻ, നിങ്ങളുടെ നെയിം ഓഫ് ആപ്ലിക്കേഷൻ കൃത്യമായിട്ട് SLC ബുക്കിൽ അതേ രീതിയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത്, സെക്സ്, നാഷണാലിറ്റി, അതേപോലെ തന്നെ നെയിം ഓഫ് ഫാദർ റിലേഷൻഷിപ്പ് വിത്ത് സ്റ്റുഡൻറ്റ്, ജസ്റ്റ് ഫാദർ ആ രീതിയിൽ കൊടുക്കുക. ഇനി ഫാദറിൻ്റെ ജോലി അല്ലെങ്കിൽ മദറിൻ്റെ അല്ലെങ്കിൽ ആരാണ് ഗാർഡിയൻ അവരുടെ ജോലി, മദർ നെയിം, അതേപോലെ കോൺടാക്ട് നമ്പർ നിർബന്ധമായും നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന കോൺടാക്ട് നമ്പർ കൊടുക്കുക. അതേപോലെ ഇമെയിൽ ID കൃത്യമായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്ന കൊടുക്കുക. ശേഷം പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പാസ്വേഡ് നിങ്ങൾ കൃത്യമായിട്ട് ഓർമ്മയുള്ള ഒരു സെക്യൂർഡ് ആയിട്ടുള്ള പാസ്വേഡ് തന്നെ കൊടുക്കുക. ശേഷം ഈ ഒരു ക്യാപ്ച കോഡ് കൊടുത്ത് നിങ്ങൾ സേവ് ആൻഡ് കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പിൽ പ്രധാനമായിട്ടും പെർമനൻറ്റ് അഡ്രസ്സാണ്. അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് ഡീറ്റെയിൽസ് ജസ്റ്റ് ഹൗസ് നെയിം, ലൊക്കാലിറ്റി, വില്ലേജ്, പോസ്റ്റ് ഓഫീസ്, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, പിൻകോഡ് തുടങ്ങിയ കാര്യങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് നിങ്ങൾ അതിനുശേഷം ലാസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് കൂടെ കാണാൻ സാധിക്കും. അത് നിങ്ങൾ സെയിം ആണെങ്കിൽ ജസ്റ്റ് അത് ടിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക് അതിൽ വരുന്നതായിരിക്കും. തുടർന്ന് നിങ്ങൾ സേവ് ആൻഡ് കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്ത് സ്റ്റെപ്പ് 3 പോകുവാൻ സാധിക്കുന്നതാണ്. ഇതിൽ പ്രധാനമായിട്ടും ഡീറ്റെയിൽസ് ഓഫ് പ്രോഗ്രാം ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ദ ആപ്ലിക്കൻ്റ് ഈസ് കറൻ്റ്ലി സ്റ്റഡിങ്. അപ്പോൾ നിങ്ങൾ ഇപ്പോഴത്തെ പഠിക്കുന്ന കോളേജിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഓൾറെഡി സ്റ്റേറ്റ് വന്നിട്ടുണ്ട്, അതിൻ്റെ ഡിസ്ട്രിക്റ്റും അതേപോലെ തന്നെ ഇപ്പോൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പ് ഒക്കെ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഗവൺമെൻറ് ആണോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ആണോ അല്ലെങ്കിൽ IHR ഇത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ പ്രോഗ്രാം, അതേപോലെ നെയിം ഓഫ് ദി പ്രോഗ്രാം, അപ്പോൾ ഇപ്പോഴത്തെ സ്റ്റഡിങ് ഇയർ, അതുപോലെ ഡേറ്റ് ഓഫ് അഡ്മിഷൻ എടുത്ത ഡേറ്റ്, പിന്നെ അഡ്മിഷൻ നമ്പറും, അതേപോലെ തന്നെ ഫുൾ ടൈം കോഴ്സ്, ഈ രീതിയിൽ യെസ് എന്ന് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ കൊടുക്കേണ്ടത്. പിന്നെ ഡീറ്റെയിൽസ് ഓഫ് ക്വാളിഫയിങ് എക്സാമിനേഷൻ ഇൻ HSC, നിങ്ങൾ ഹയർ സെക്കൻഡറി +2ൻ്റെ ഡീറ്റെയിൽസ് കൂടി നിർബന്ധം കൊടുക്കണം. അതിൽ എക്സാമിനേഷൻ പാസ്ഡ് അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏതാണോ നിങ്ങൾ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ വൊക്കേഷണൽ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. സ്ട്രീം, അതുപോലെ ഇയർ ഓഫ് പാസിംഗ്, ടോട്ടൽ മാർക്ക് ഒക്കെയോട്, അതുപോലെ മാക്സിമം മാർക്ക്, അതേപോലെ പെർസെൻറ്റേജ്, അതേപോലെ റെസ്യൂം ഇനി അതർ സ്കോളർഷിപ്പ്, നിങ്ങൾ ഏതെങ്കിലും സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ യെസ് അല്ലെങ്കിൽ നോഡ്. ഓക്കെ, ഇത്രയും കാര്യമാണ്. അതിനുശേഷം അപ്ഡേറ്റ് ആൻഡ് കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. നാലാമത്തെ സ്റ്റെപ്പിൽ പ്രധാനമായിട്ടും ബാങ്ക് ഡീറ്റെയിൽസാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിലവിൽ നിങ്ങളുടെ പേരിൽ ബാങ്ക് ഡീറ്റെയിൽസ്, ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. അപ്പോൾ അത് ആ ബാങ്കിൻ്റെ ടൈപ്പ് ഓഫ് ബാങ്ക് സെലക്ട് ചെയ്യുക, സ്റ്റേറ്റ്, ജില്ല, അതേപോലെ ബ്രാഞ്ച്, അതേപോലെ IFSC കോഡ്, ബ്രാഞ്ച് അഡ്രസ്സ്, അക്കൗണ്ട് നമ്പർ. അപ്പോൾ നിങ്ങളുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ട് കൃത്യമായിട്ട് ഡീറ്റെയിൽസ് ഇവിടെ ടൈപ്പ് ചെയ്ത് അപ്ഡേറ്റ് ആൻഡ് കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. ശേഷം ലാസ്റ്റ് സ്റ്റെപ്പ് 5 പ്രധാനമായിട്ടും സ്കോളർഷിപ്പ് ഡീറ്റെയിൽ ആണ്. അപ്പോൾ അതിൽ നിങ്ങൾ കാറ്റഗറി, അതേപോലെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണോ അല്ല അത് ജസ്റ്റ് കൊടുക്കുക. അതേപോലെ വെതർ BPL ആണോ അല്ലെങ്കിൽ നോ കൊടുക്കുക. അതിൽ മാർക്ക് സെക്യൂർഡിന് SSLC എക്സാം ഓർ ഈക്വൽ അതിൻ്റെയും കൊടുക്കുക. അതിൽ ടോട്ടൽ മാർക്കിന് SLC കൊടുക്കുക. ശേഷം മാർക്ക് കാൽക്കുലേറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ഇവിടെ നിങ്ങൾക്ക് പെർസെൻറ്റേജ് വരുന്നതായിരിക്കും. ശേഷം നിങ്ങളിവിടെ എഗ്രി ബട്ടൺ പ്രസ് ചെയ്ത് ഡിക്ലറേഷൻ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് നിങ്ങൾ ഫൈനലി സേവ് ബട്ടൺ അമർത്തിയാൽ നിങ്ങൾക്ക് ഈ രജിസ്ട്രേഷൻ ഫോം കംപ്ലീറ്റ് ചെയ്യുവാനും ശേഷം ഈ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് ആ പ്രിൻ്റ് ഔട്ടിൽ പറഞ്ഞ പ്രധാനപ്പെട്ട എല്ലാ ഡോക്യുമെൻറ്റ്സും സർട്ടിഫിക്കറ്റ് സഹിതം നിങ്ങളുടെ പഠിക്കുന്ന കോളേജിലെ പ്രിൻസിപ്പൽ സഹിതം നിങ്ങൾ സമർപ്പിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഉന്നത വിദ്യാഭ്യാസ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി കൃത്യമായിട്ട് അപേക്ഷ തെറ്റുകൂടാതെ നിങ്ങൾ അപ്ലൈ ചെയ്ത് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് ഉടൻ തന്നെ നിങ്ങൾ പ്രിൻസിപ്പൽ സഹിതം നിങ്ങൾ സമർപ്പിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അതേപോലെ ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയാൻ വേണ്ടി ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അരച്ചിരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.